ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ നിന്നും ജാതി അധിക്ഷേപവും ഭീഷണിയും നേരിട്ടതിനെ തുടർന്ന് ജോലി രാജിവെക്കേണ്ടി വന്ന PR വിഷ്ണുവിനും കുടുംബത്തിനും BJP ദേശീയ സമിതി അംഗം PM വേലായുധൻ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. വിഷ്ണുവിന്റെ വസതിയിലെത്തി നേരിട്ട മാനസിക വിഷമങ്ങൾ ചോദിച്ചറിഞ്ഞ അദ്ദേഹം നീതി ഉറപ്പാക്കുന്നതിനായുള്ള തുടർ നടപടികൾക്കൊപ്പമുണ്ടാകുമെന്നും ഉറപ്പു നൽകി. SC മോർച്ച BJP മണ്ഡലം ഭാരവാഹികളും സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തത്തപ്പള്ളി ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ ജോലി ചെയ്യവേ ജാതി അധിക്ഷേപവും ഭീഷണിയും നേരിട്ട ശാന്തിക്കാരൻ PR വിഷ്ണുവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് BJP ദേശീയ സമിതി അംഗം PM വേലായുധൻ വിഷ്ണുവിന്റെ വസതി സന്ദർശിച്ചു. വിഷ്ണുവും കുടുംബവും നേരിടുന്ന മാനസിക വിഷമങ്ങൾ ചോദിച്ചറിഞ്ഞ അദ്ദേഹം നീതി ഉറപ്പാക്കുന്നതിനായി എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തു. ആലങ്ങാട് നീറിക്കോട് സ്വദേശിയായ വിഷ്ണുവിനെ ജാതി അധിക്ഷേപം നടത്തിയെന്ന പരാതിയിൽ ദേവസ്വം ബോർഡ് പറവൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ സുജാത ഉദയകുമാറിനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കേസ് പിൻവലിക്കാൻ വിഷ്ണുവിനെ ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് നടന്നത്. CPM അനുകൂല യൂണിയനുകളുടെ ചട്ടപ്പടി നിൽക്കാത്തതാണ് തനിക്കെതിരെയുള്ള പകപോക്കലിന് കാരണമെന്ന് വിഷ്ണു വെളിപ്പെടുത്തി. നിരന്തരമായ അധിക്ഷേപത്തെ തുടർന്ന് വിഷ്ണു കഴിഞ്ഞ മാസം ജോലി രാജിവെച്ചിരുന്നു. വിഷ്ണു നേരിട്ട നീതി നിഷേധത്തിനെതിരെ ശക്തമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് PM വേലായുധൻ പറഞ്ഞു. SSC മോർച്ച സംസ്ഥാന ട്രഷറർ CN വിൽസൺ, BJP പറവൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് അജി കൽപ്പടിയിൽ, മോർച്ച പറവൂർ മണ്ഡലം മുൻ പ്രസിഡന്റ് പ്രമിത് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൽ കൂടി വളർന്നു വന്ന വിഷ്ണു, ജാതി വ്യവസ്ഥയ്ക്ക് എതിരെ പോരാടിയിട്ടുള്ള ഒരു സംഘടനയുടെ പ്രതിനിധിയായിട്ടുള്ള വിഷ്ണു, അദ്ദേഹത്തിൻ്റെ തന്ത്രവും മന്ത്രമൊക്കെ പഠിച്ച് അർഹനാണ് എന്ന് കരുതിയപ്പോഴാണ് സർക്കാർ അദ്ദേഹത്തിന് ദേവസ്വം ക്ഷേത്രത്തിൽ താൽക്കാലിക ജോലിക്ക് കൊടുത്തത്. ഒരു കാരണവശാലും ഇത്തരത്തക്കാരെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന വളരെ നീചമായ നികൃഷ്ടമായ ചിന്താഗതിയുള്ള ചില സമൂഹങ്ങൾ ഇന്നും രാജ്യത്ത് ജീവിച്ചു നിൽക്കുന്നു. അദ്ദേഹത്തിന് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം, ആ പോരാട്ടത്തിൽ RSS എന്ന പ്രസ്ഥാനത്തിലെ പൂർണ്ണ പിന്തുണയുണ്ട്. പട്ടികജാതി പട്ടികവർഗ അട്രോസിറ്റി ആക്ട് അനുസരിച്ച് കേസെടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിരിക്കുന്നു. അദ്ദേഹം പുറത്തു വന്നിരിക്കുന്നു. അദ്ദേഹം വളരെ സാമ്പത്തിക ശേഷിയുള്ളവനും വലിയ കുലത്തിൽ ജനിച്ചവനുമായതുകൊണ്ട് ഈ കേസ് എങ്ങനെയെങ്കിലും അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നതായിട്ടും അറിയാൻ കഴിയുന്നു. പൂർണ്ണമായ നീതി ബഹുമാനപ്പെട്ട വിഷ്ണുവിനും കുടുംബത്തിനും ഈ വിഭാഗത്തിൽപ്പെട്ട പട്ടികജാതി പട്ടികവർഗ ജനങ്ങൾക്കും ഉണ്ടാകുമെന്ന് കോടതിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ന്യൂസ് ബ്യൂറോ പറവൂർ. അരനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി പറവൂരിലെ ആദ്യത്തെ ഒപ്റ്റിക്കൽ ഷോറൂം. വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ 5000-ൽ പരം മോഡലുകൾ, റേബാൻ, കൊഡാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ. മംഗലത്ത് ഒപ്റ്റിക്കൽ ഹൗസ്. ശരിയായ വിലക്കുറവ് തിരിച്ചറിയൂ, അനുഭവം അതാണ് സത്യം.